B.Edന്റെ 4th സെമസ്റ്റർ എക്സാമിന് പഠിക്കാൻ പുസ്തകം തുറന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത്. സോ ഇതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ ആണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കുറെ കഴിവുണ്ട് പെണ്ണുങ്ങൾക്ക് കഴിവില്ലാത്തവരാണ് എന്ന് പറയുന്ന ഒരാളോ അല്ല. ഞാൻ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും തത്വങ്ങളൊന്നും പറയുന്ന ഒരാളും അല്ല. ബട്ട് ഈ ഒരു സംഭവം വായിച്ചിട്ട് എനിക്ക് എന്റെ ചോര തളച്ച് പഠിക്കായിരുന്നപ്പം ഇതിപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുമായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ, പക്ഷെ ഇങ്ങനെ ഫോളോ ചെയ്യണം എന്നല്ല ഈ ടെക്സ്റ്റിൽ പറയുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന, അതായത് സൊസൈറ്റി കൽപ്പിക്കുന്ന ചില ജെൻഡർ റോൾസുകൾ ഇല്ലേ, അതായത് ഇപ്പം ഒരാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം, ആ ഒരു സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് വായിച്ചിട്ട് എനിക്ക് ഒരേ സമയം നല്ല കോമഡി ആയിട്ടും അതേസമയം എനിക്ക് ഒട്ടും തലയിൽ പിടിക്കാത്ത ഒരു സാധനമാണിത്. സോ ട്രഡീഷണൽ ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? ആണുങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കണം? സ്ട്രോങ്, അഗ്രസീവ്, ടോൾ, ഹാൻസം, ഇങ്ങനെയായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാണ്. ആണുങ്ങള് ഇപ്പൊ പൊതുവെ ഹൈറ്റ് ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ അഗ്രസീവ് ആയിരിക്കാം, അത് ഓക്കെ. പക്ഷെ ആണാണെങ്കിൽ അയാൾ അഗ്രസീവ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് തെറ്റ്. രണ്ടാമത്തെ, അവർക്ക് ഗേളി ഹോബീസ് ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് കുക്ക് ചെയ്യുക, തയ്ക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി അവര് കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൻലി കരിയർ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ലൈക്ക് ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനത്തെ. അല്ലാതെ ടീച്ചർ ആവുക, അങ്ങനത്തെ ജോലികളൊന്നും ആൺകുട്ടികൾക്ക് പറ്റില്ലേ. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് മെന്നല്ലേ. ഇനി അതേസമയം ഫീമെയിൽസിന്റെ ജെൻഡർ റോൾസ് പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ? ആണുങ്ങളുടെ അത്രയ്ക്ക് സ്ട്രോങ് ആവാൻ പാടില്ല. പിന്നെ അവർ കാണാൻ നല്ല ഭംഗിയിൽ നല്ല ലുക്കുള്ള ആൾക്കാരായിരിക്കും. ഇതേപോലെ കൂറ കുത്തിയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. അപ്പൊ പെണ്ണല്ല എന്നാണ് അർത്ഥം. പിന്നെ സ്പോർട്സിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, പെണ്ണല്ലേ, അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടേ. പിന്നെ കുക്ക് ചെയ്യണം, ഹൗസ് വർക്കുകളൊക്കെ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് വർക്കിംഗ് മോംസിനെക്കാട്ടിയും ബെസ്റ്റ്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ട് വരുന്ന സൊസൈറ്റിയുടെ ഒരു ഇതാണ് കേട്ടോ, അല്ലാതെ ഇത് ഫോളോ ചെയ്യണം എന്നല്ല ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറെ പൊളിറ്റിക്സിൽ പങ്കെടുക്കാൻ പാടില്ല, വീഡിയോ ഗെയിംസ് കളിക്കാൻ പാടില്ല, അവർക്ക് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, അതൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഇപ്പം B.Edൽ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവരുത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ നാളെ എന്റെ മുന്നിലിരിക്കുന്ന മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ നീ ഒരാണല്ലേ, അപ്പൊ നീ ഇങ്ങനെ ആയിരിക്കണം, നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം, അങ്ങനെ പറയാൻ പാടില്ല. അതേസമയം ഗേൾ ആണെങ്കിൽ നിനക്ക് എഞ്ചിനീയർ ആവാൻ പറ്റും, തെങ്ങുമ്പ കയറാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് തെങ്ങുമ്പ കയറാൻ പറ്റണം, അങ്ങനെയായിരിക്കണം ഞാൻ പറയേണ്ടത്. സോ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ടാറ്റാ.